ചിലപ്പം മകനെ സഭയിൽ തന്നെ ഒരു എപ്പിസ്കോപ്പൽ സ്ഥാനം നിനക്ക് ലഭിക്കാൻ പോയപ്പോഴായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് മറ്റ് സഹവൈദികരുടെ ഒരു വാക്ക് കൊണ്ട് ആ എപ്പിസ്കോപ്പൽ സ്ഥാനം പോയി. ഇല്ലെങ്കിൽ മദർ ജനറലായി ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നു, ആ ശുശ്രൂഷയുടെ സ്ഥാനം ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ ആരോ ഒരാൾ ഒരു നുണപ്രചാരണം നടത്തി ഈ കല്ല് നിന്നെ ഉരുട്ടി ദൂരെ കൊണ്ടുപോയി. ഭർത്താവ് നിന്നെ മനസ്സിലാക്കി വരികയായിരുന്നു, അപ്പം തേണ്ട കിടക്കുന്ന ഒരു അപവാദം. ഭർത്താവ് വീണ്ടും കഠിനഹൃദയനായി. പക്ഷേ ഈ കല്ലുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് ഒരു മേസ്തിരിയെ പോലെ വന്ന് പിന്നീട് അതുകൊണ്ട് കൊട്ടാരം കെട്ടും. ഞാൻ കുറച്ചൊക്കെ എഴുതി വെച്ചിരിക്കുകയായിരുന്നു, ഞാനതിൻ്റെ പല്ലവി ഒന്ന് പാടാം. ബോണിക്ക് ബോണിയുടെ മനസ്സിൽ വരുന്ന ചോദിക്കണേ, കാരണം അല്ല, എനിക്ക് ചോദിക്കാനായി എൻ്റെ മനസ്സിൽ വന്നാണ് അച്ഛൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് എന്താണ്, അത് ഇനി ഒന്നും പറയാനില്ല. അച്ഛൻ വളരെ സുന്ദരമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ എനിക്ക് തോന്നിയത്, അച്ഛൻ പറയുന്നത് പോലെ ചില സമയങ്ങളിൽ ഈ കല്ലിൻ്റെ ഏറുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? ഇറ്റ് ഈസ് ക്വൈറ്റ് ടെറിബിൾ ഉള്ളി. അതുകൊണ്ടല്ലേ നമ്മുടെ കർത്താവ് നമ്മുടെ പച്ച മനുഷ്യത്വം ആഘോഷിച്ചിട്ടാണല്ലോ പറയുന്നത്, പിതാവേ എനിക്കറിയാം ഇത് മഹത്വത്തിനാണെന്ന്. നീ പിതാവേ, നീ സ്വർഗത്തിൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ദൂതന്മാരെ അയച്ച് എൻ്റെ വരണ്ട നാവ് തണുപ്പിക്കാൻ നീ അനേകം വൃന്ദം മാലാഖമാരെ അയക്കുമെന്നും എനിക്കറിയാം. ഇതൊക്കെ എനിക്കറിയാം. പക്ഷേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോട്ടെ. അവിടെയെല്ലാം കർത്താവ് ഒരു വചനം, കർത്താവിൻ്റെ അവിടെ എന്നാ എഴുതിയിരിക്കുന്ന ബോണി, അവനൊരു കല്ലേറ് ദൂരം, അവിടെ നിന്നൊരു കല്ലേറ് ദൂരം. അപ്പോഴും അവനെ കല്ലെറിഞ്ഞാൽ കിട്ടുന്ന പാകത്തിനാണ് അവൻ നിന്നത്. അതാണ് ഒരു കല്ലേറ് ദൂരം. ഇപ്പൊ കർത്താവ് ഇപ്പൊ പറഞ്ഞു തന്നൊരു കാര്യമാണ്. അവൻ അവസാനം ഈ പാനപാത്രം അകന്നു പോകട്ടെന്ന് പ്രാർത്ഥിക്കുമ്പോഴും ആർക്കും വേണമെങ്കിൽ ഒരു കല്ലെടുത്ത് ഒറ്റയേറിയായിരുന്നു. ഒരു കല്ലേറിൻ്റെ ദൂരത്താണ് അവൻ നിന്നെ. അല്ലാതെ ഒരു കല്ലുകൊണ്ട് എറിഞ്ഞാൽ ആ കിട്ടാത്ത അങ്ങ് ദൂരത്ത് പോയിട്ട് കർത്താവേ പിതാവേ സ്തോത്രം ഹല്ലേലൂയ, കല്ലുണ്ടോ ഇല്ലില്ല, ആരെറിഞ്ഞാലും കൊള്ളത്തില്ല, എല്ലാവരെയും അങ്ങ് മാറ്റി നിർത്തിയിട്ടല്ല, ഒരു കല്ലുകൊണ്ട് എറിഞ്ഞാൽ കൊള്ളത്തക്ക രീതിയിലാണ് കർത്താവ് നിന്നത്. അതിൻ്റെ അർത്ഥം ഏറുകൊള്ളാൻ തയ്യാറാണ്. അപ്പോഴും ഏറുകൊള്ളാൻ തയ്യാറായിരുന്നു അല്ലേ? ശരിക്കും ഇപ്പം ദൈവാത്മാവ് വെളിപ്പെടുത്തിയ ഒരു കാഴ്ചപ്പാടാത്. ഇപ്പം നമ്മൾ ബോണി അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയതൊരു കാഴ്ചപ്പാടാണ്. ബോണി എന്താ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞത്. അല്ല, ഞാൻ അച്ഛനോട് ചോദിക്കായിരുന്നു, ഇങ്ങനെ കല്ലുകൾ എറിയുമ്പോൾ നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ കർത്താവിനെ പോലെ? അത് പറയുമായിരുന്നു ഞാനും അല്ലേ. ഓക്കെ, ശരിയാ, പാടാ. പക്ഷെ എങ്കിലും കർത്താവും അതാണ് ഉത്തരവാണ് ഞാൻ പറഞ്ഞ, ആ കല്ലേറിനപ്പുറത്തുള്ളൊരു റലമിലേക്ക് പോയിട്ടല്ല നിന്നത്. പ്രാർത്ഥിക്കുമ്പോഴും കല്ല് വേണേ എറിയപ്പെടാൻ തക്ക വിധം ഒരു കല്ലേറ് ദൂരത്തിൻ്റെ അകത്തവൻ നിന്നിട്ട് പറഞ്ഞു, ഇപ്പോഴും എന്നെ കല്ലെറിയാം. അത് വേണേൽ പത്രോസിനറിയാം, യോഹന്നാനറിയാം, യാക്കോബിനറിയാം. ഒരു കല്ലുകൊണ്ട് എറിയാവുന്ന ആ പാകത്തിനാവും നിന്ന് കൊടുത്തത്. ശരിക്കും ഇപ്പം നമുക്കൊക്കെ അങ്ങനെ പറ്റണമെങ്കിൽ അതൊരു കൃപ തന്നെയല്ലേ അച്ഛാ? അതുകൊണ്ടാണല്ലോ നമ്മൾ കടന്നുപോയ സകലവിധ ഭാരങ്ങളിലൂടെയും, അത് ഹെബ്രായ ലേഖനം പറയുന്ന അതാണല്ലോ, നമ്മുടെ ഈ ഭാരങ്ങളൊന്നും അറിയാത്ത വിണ്ണിലിരുന്നുറങ്ങുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. അവൻ പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും നമ്മളോട് സമനായി. പാപം ചെയ്തില്ലെന്നേ ഉള്ളൂ. പാപകരമായ സകല സാഹചര്യങ്ങളും, ആസക്തി, ലസ്റ്റ്, ഭാരം, വിശപ്പ്, ധനമോഹം, രാജത്വമോഹം, അധികാരമോഹം, ഇതെല്ലാം ഇവനെ കടന്നുപോയി. പക്ഷെ ഇവനത് വശംബദ്ധനായില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ പിടച്ചിൽ അവനറിയാം. ഹെബ്രായ ലേഖനം എത്ര സത്യം അല്ലേ? നമ്മുടെ വേദനകൾ അറിയാത്ത ഒരു പ്രധാനാചാര്യനല്ല നമുക്കുള്ളത്. പിന്നെയോ പാപമൊഴികെ അവൻ എല്ലാ കാര്യങ്ങളിലും. അവിടെയാണ് യേശുവിനോട് നമുക്കൊരു വല്ലാത്തൊരു അടുപ്പം തോന്നുന്നു. ഇപ്പം അച്ഛനിങ്ങനെ പറയുമ്പോൾ നമ്മുടെ എല്ലാ സ്ട്രഗിൾസും വേണ്ടതുപോലെ മനസ്സിലാക്കുന്ന ഒരാൾ വേണ്ട. തീർച്ചയായും അവൻ്റെ മുമ്പിൽ നമുക്കൊരു എറ്റേണൽ നോ ഉണ്ടാവില്ല. ഞാൻ ഈയിടെ പനച്ചിക്കലച്ചൻ പറഞ്ഞ് കേൾക്കുകയായിരുന്നു. പനച്ചിക്കലച്ചൻ പറഞ്ഞതും ഞാൻ അവിചാരിതമായി പ്രിയപ്പെട്ട ഡോക്ടർ ജോൺ പറഞ്ഞതും കേൾക്കുകയായിരുന്നേ. പനച്ചിക്കലച്ചൻ ഇങ്ങനെ പറയായിരുന്നു, കർത്താവ് ആർക്കും വാതിൽ അടയ്ക്കുന്നില്ല, നീ അകത്ത് കയറാത്തതാ പ്രശ്നം. നീ സ്വയം അങ്ങ് മാറി ഇങ്ങ് വന്നേ മോനെ വാ എന്ന് പറഞ്ഞാൽ നീ വരുന്നില്ല, നീ അങ്ങ് ദൂരെ പോവുക. കർത്താവ് ഒരിക്കലും നോ പറഞ്ഞ് വാതിൽ അടയ്ക്കുന്നില്ല. അതുപോലെ തന്നെ ഡോക്ടർ ജോൺ പറയുകയായിരുന്നു,
ഡോക്ടർ ജോൺ മനോഹരമായിട്ടത് പറയുമായിരുന്നു. ഒരു ധൂർത്തപുത്രൻ വീട് വിട്ടുപോയി, മറ്റേ പുത്രനല്ലേ അവൻ വീടിനകത്തോടെ എന്ത് ചെയ്താൽ കയറത്തുമില്ല. രണ്ടുപേരോടും കയറണ്ട എന്ന് അപ്പം പറഞ്ഞിട്ടില്ല. ഒരുത്തൻ എന്ത് ചെയ്താൽ കയറത്തില്ല, ഒരുത്തൻ വീട്ടിൽ നിന്ന് ദൂരെ പോയി. അപ്പം ഇതുപോലെ നമ്മുടെ കർത്താവ് ഒരിക്കലും, നമ്മുടെ ഭാരം അറിയുന്ന സ്വർഗപിതാവ്, നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം ഒരിക്കലും നിന്റെ പിടച്ചിൽ അറിയാതെ പോകുന്നില്ല. ഈ പിടച്ചിൽ അറിയാനാണല്ലോ ഇൻകാർണേഷൻ. ഇൻകാർണേഷൻ, മനുഷ്യാവതാരം എന്ന വാക്ക് തന്നെ നമുക്ക് മനുഷ്യവേദനകൾ അണിയൽ എന്ന് വേണം പറയാം. വേദനയുടെ ഒരു സ്വീകരിക്കലാണത് അല്ലേ? ഞാനും അറിയാം, നീ ഒറ്റയ്ക്ക് സഹിക്കേണ്ട, ഞാനും കൂടെ അറിയാം എന്ന്. അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതാണ് മനുഷ്യാവതാരത്തിന്റെ രഹസ്യം. അവതാരം വെറും മാംസം, നമുക്ക് നമ്മൾ തിയോളജി പഠിച്ചിട്ട് മാംസം എടുത്തു അല്ലെങ്കിൽ അവതാരമാണോ അത്? പകരം അതൊരു മനുഷ്യവേദന അണിയലല്ലേ. എൻ്റെ വേദനയും ഭാരവും ഒക്കെ അറിയുന്നു. അതുകൊണ്ടാണ് അച്ഛൻ എഴുതിയതല്ലേ, എന്നെ അറിയുന്ന ഓരോ കല്ലുകൊണ്ടും ഈശോ എനിക്ക് വേണ്ടി കൊട്ടാരം തീർക്കും. എനിക്ക് കാരണം എൻ്റെ ഓരോ പടച്ചിലും, ഇപ്പം ബോണി താൻ പോടോന്ന് പറഞ്ഞു, അപ്പം ഞാനും ചിരിച്ചങ്ങ് തള്ളിയെങ്കിലും എൻ്റെ ഉള്ളിലെ വേദന കിടന്ന് തന്നെ ബോണി അങ്ങനെ പറയാൻ കാര്യം. ഇത്രയും ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തിട്ട് ബോണി അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്നാലും ഞാൻ ഇങ്ങനെ ഈ വേദനയുണ്ടല്ലോ, ബോണി അറിഞ്ഞിട്ടില്ല, ബോണി എന്നെ എറിഞ്ഞെന്ന് പോലും. പക്ഷെ ആ പിടച്ചിൽ പോലും ഹെബ്രായ ലേഖന പ്രകാരം യേശു അറിയുന്നതിനാൽ അവിടുന്ന് ഒരു കല്ലൂടെ എടുത്തു വെച്ചു. അപ്പം എറിഞ്ഞു കിട്ടിയ കല്ലുകൾ, അവയെ ഞാൻ കർത്താവിന് മുമ്പിൽ നന്ദി പറഞ്ഞ് സമർപ്പിക്കുമ്പം അത്രയ്ക്കും വലിയ ഒരു മാൻഷനാണ്, ഒരു കൊട്ടാരമാണ് സ്വർഗ്ഗം എനിക്ക് വേണ്ടി തീർക്കുന്നത്. അച്ഛൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ അച്ഛനെ എറിഞ്ഞത് ഞാൻ പോലും അറിയാതെയാണ് അല്ലേ? അതെ, ബോണി പോലും അറിയാതെ. അങ്ങനെ ധാരാളം പേര് എറിയുന്നുണ്ട്. ബോണിയും ധാരാളം. ഞാനിപ്പം പെട്ടെന്നൊരു പള്ളി വന്ന് ഒരുമിച്ച് വന്നില്ലേ, ധ്യാനിക്കാൻ വന്നു. ഞാനന്ന് ചിലപ്പം വന്നപ്പം ഞാൻ എന്തോ പറഞ്ഞ ഒരു വാക്ക് പാളിപ്പോയെന്നിരിക്കട്ടെ, അത് പിടച്ചിലായിട്ടുണ്ട്, ഒരു കല്ലായിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഞാനൊരു വലിയ ഗമയിൽ ഒരിക്കൽ എന്തോ ഒരു വലിയ അഭിനയിച്ച് വലിയ തിരക്കിട്ട് വലിയ ഗമയിൽ പറഞ്ഞ് ആ ബോണി ഇപ്പം സമയമില്ല. പക്ഷെ ബോണി വലിയ പ്രതീക്ഷിച്ച എൻ്റെ ഒരു ശുശ്രൂഷയ്ക്ക് വന്നേ. നല്ല അച്ഛന് സമയമില്ലെന്ന് അങ്ങനെ ഇച്ചിരൂടെ പറയാമായിരുന്നല്ലോ. അപ്പം അതിന് മുറിവായി. ഒരിക്കലും അച്ഛനിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ലല്ലോ. ഇത് പറഞ്ഞാൽ അച്ഛൻ പറയും, എൻ്റെ ബോണി ഇപ്പം ഞാൻ അതുവല്ലം പറഞ്ഞാൽ പിന്നെ അതിലും പ്രശ്നമാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ നിസ്സാര കാര്യങ്ങളാണ് ബോണി എന്ന് ചോദിച്ചാൽ പിന്നെ അടുത്ത മുറിവാകും, പിന്നെ ഒരു കല്ലുകൂടിയാകും. അപ്പോൾ പിന്നെ ഉള്ള കല്ല് മതിയല്ലോ എന്നോർത്ത് ബോണി ഇരിക്കുമ്പം കർത്താവ് ആ കല്ലിനെ ഒരു വെള്ളാരം കല്ലാക്കും. അതുകൊണ്ടാണ് വിജയം വരിച്ചവന് ഞാൻ നിഗൂഢ മന്ന നൽകും, അവന് ഞാനൊരു വെള്ളക്കല്ല് നൽകും എന്ന വെളിപാട് 2:17 പറയുന്നതിൻ്റെ പൊരുൾ നീ മനസ്സിലാക്കിയേക്കണം. വിജയം വരിക്കുന്നവരും ഏറുകൊണ്ട് നിൽക്കുമ്പം വിജയം, ഹല്ലേലൂയ, വിക്ടറി, വിജയം, ഒരു കല്ല് കൊള്ളാം എന്ന് പറയാൻ എനിക്ക് കഴിയുമ്പം വിജയം വരിക്കുന്നവന് കർത്താവ് ഒരു നിഗൂഢ മന്ന നൽകും, ഞാൻ അവന് വെള്ളക്കല്ല് നൽകും. വെളിപാട് 2:17. അതിങ്ങനെ ട്രാൻസ്ഫോംഡ് ആയ കല്ലുകളായി. കറുത്ത കല്ലൊക്കെ കർത്താവ്
അത് നമുക്ക് ഏറ് കിട്ടിയ കല്ല് തന്നെയാണ്. വെള്ളക്കല്ലായി കർത്താവ് തരും. ഉം. എന്നെ മുഴുവൻ അറിയുന്ന നാഥൻ എന്നെ തേടി വരുന്നു. അത് പല്ലവിയാണല്ലേ? അച്ഛൻ ആദ്യം പാടിയത് അനുപല്ലവിയാണ്. അനുപല്ലവി ആദ്യം പറഞ്ഞത്. ഓ, എന്നെ മുഴുവൻ അറിയുന്ന നാഥൻ എന്നെ തേടി വരുന്നു. അതുപോലെ തന്നെ പാടിക്കൂ. ഉള്ളം മുഴുവൻ നിറയുന്ന സ്നേഹം ഉള്ളലിഞ്ഞേകാൻ വരുന്നു. പിന്നുള്ളത് രാജാധിരാജൻ സ്വർഗീയ ശാന്തി സമ്മാനമായി. രാജാധിരാജൻ സ്വർഗീയ ശാന്തി സമ്മാനമായി നൽകാൻ വരുമ്പോൾ ആരാധിച്ചിടുന്നു ഞാൻ. ഓ ദിവ്യ കാരുണ്യമേ. ഇത് രാജാധിരാജൻ എനിക്ക് സ്വർഗീയ ശാന്തി നൽകുമെന്ന് അച്ചട്ടായിട്ട് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ കല്ലൊക്കെ വരുമ്പം ഞാൻ ഉറച്ചു നിൽക്കുക. കാരണം എനിക്ക് സമ്മാനം നൽകുന്നത് കർത്താവാണെന്ന് ഞാൻ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നെ മുഴുവൻ അറിയുന്ന നാഥൻ എന്നെ തേടി വരുന്നു. ഉള്ളം മുഴുവൻ നിറയുന്ന സ്നേഹം ഉള്ളലിഞ്ഞേകാൻ വരുന്നു. രാജാധിരാജൻ സ്വർഗീയ ശാന്തി സമ്മാനമായി നൽകാൻ വരുമ്പോൾ ആരാധിച്ചിടുന്നു ഞാൻ. ഓ ദിവ്യകാരുണ്യമേ. എന്നെ മുഴുവൻ അറിയുന്ന നാഥൻ എന്നെ തേടി വരുന്നു. അവസാനത്തെ വരികളെന്ന് ബോണിക്ക് വായിക്കുമ്പോൾ നിന്റെ വിലാവിലെ നിന്റെ വിലാവിലെ നിർത്തടത്താൽ നീർത്തടത്താൽ എന്നെ മുഴുവൻ കഴുകണമേ. നിന്റെ വിലാവിലെ നീർത്തടത്താൽ എന്നെ മുഴുവൻ കഴുകേണമേ. ഒരുപാട് സമ്പാദ്യമില്ലെങ്കിലും ഒരു കൊച്ചു കാശുമായി ഞാനും വരാം. അപ്പമായി അണയുന്ന എന്നേശുവേ അങ്ങയെ നേടുന്നതാണു ഭാഗ്യം. ഒരുപാട് സമ്പാദ്യമില്ലെങ്കിലും ഒരു കൊച്ചു കാശുമായി ഞാൻ വരാം. അത് ബോണി ഇപ്പോൾ ലോകോത്തര ശുശ്രൂഷകനാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ബോണിക്ക് പറയാൻ നമ്മുടെ ശുശ്രൂഷകളിൽ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, അച്ചോ അയ്യോ പണ്ടൊക്കെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിലൊക്കെ വരുമ്പോൾ എന്ത് സിമ്പിളായിരുന്നു, ഇപ്പോൾ എന്താ അച്ചോ ഇപ്പോൾ എന്നാ. സ്വാഭാവികമായും ഇതൊക്കെ കുറച്ച് മാറും. കാരണം നമുക്ക് പഴയതുപോലെ ഫോൺ എടുക്കാൻ പറ്റണമെന്നില്ല. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ബോണിക്ക് ധാരണ വേണം, ഞാൻ കർത്താവിന് കൊടുക്കുന്നത് ഒരു മഹാനാണയമൊന്നുമല്ല. ബോണിയുടെ ശുശ്രൂഷയൊന്നും കർത്താവിന് വേണ്ട. എൻ്റെ പാട്ടൊന്നും കർത്താവിന് ഒരാവശ്യവുമില്ല. ഞാൻ ചിന്തിക്കരുത്. അപ്പം ഞാൻ നെറ്റിൽ അടിച്ച് നോക്കുമ്പം അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, 3.5 ലക്ഷം ആൾക്കാർ കണ്ടു, ഇത് എന്നതാ എന്ന് ഞാൻ ചിന്തിച്ചാൽ എൻ്റെ പരാജയം എവിടെ ആരംഭിച്ചെന്ന് ചോദിച്ചാൽ പോരെ. അപ്പം ഒരുപാട് സമ്പാദ്യമില്ലാത്തവനാണെന്നും ഒരുപാട് സമ്പാദ്യമില്ലെങ്കിലും ലോകോത്തര നന്മകൾ ചെയ്തെങ്കിലും വലിയ പ്രഘോഷകനാകുകിലും ഒരു കൊച്ചു കാശാണു നിൻ്റെ കയ്യിൽ. അപ്പോൾ എനിക്ക് കൊടുക്കാനുള്ളത് ഒരു കൊച്ചു കാശാണെന്ന് പറയാം. ഒരു ബോധ്യം എപ്പോഴും സൂക്ഷിക്കണം. ബോണി സൂക്ഷിക്കണം, ഞാൻ സൂക്ഷിക്കണം. അങ്ങനെ ഒരു അഭിഷേകം നമ്മൾ വരട്ടെ. അന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ബോണി. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ലോകത്ത് ഒരു കല്ല് ബാക്കി വെച്ചിരിക്കുകയാണല്ലോ. അത് ഞാൻ അന്നേരം അച്ഛൻ സംസാരിച്ചിരിക്കുമ്പോൾ എടുത്തതാണ്. അങ്ങ് എറിഞ്ഞിട്ടോ? കൊള്ളാം. കർത്താവെ, ഞങ്ങളെ എറിഞ്ഞ കല്ലുകളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ എറിഞ്ഞ എല്ലാ കല്ലുകളെയും സമർപ്പിക്കുന്നു. പലർ എറിഞ്ഞ കല്ലുകൾ, പലരും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇട്ട കല്ലുകൾ, ഞങ്ങളെ മുറിവേൽപ്പിച്ച കല്ലുകളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ കല്ലെറിഞ്ഞവരെ ഓർത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ കരങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വേദനകളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പം ഞങ്ങളെ കല്ലെറിഞ്ഞവർക്ക് നീ കൃപയും സമാധാനം കൊടുക്കണമേ. ലോകം മുഴുവനും നിൻ്റെ ഐശ്വര്യം പടരട്ടെ. ആമേൻ.
കൊച്ചു കാശുമായി ഞാനും വരാം. ഒപ്പമായണയുന്ന പൊന്നേശുവേ, അങ്ങയെ നേടുന്നതാണു ഭാഗ്യം. ഒപ്പമായണയുന്ന പൊന്നേശുവേ, അങ്ങയെ നേടുന്നതാണു ഭാഗ്യം. എന്നെ മുഴുവൻ അറിയുന്ന നാഥൻ എന്നെ തേടി വരുന്നു. ഉള്ളം മുഴുവൻ നിറയുന്ന സ്നേഹം ഉള്ളലിങ്ങേകാൻ വരും